ഇന്ന് ചോറിൻ്റെയും കഞ്ഞീൻ്റെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് 1/4 കപ്പ് ചെറുപയർ കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിന് പകരം ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇനി 3 ചെറിയ ഇളയ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇടാം. പിന്നെ വറുത്തെടുത്തുള്ള ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകിയിട്ട് ചേർക്കാം. 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വേവിച്ചാൽ മതി. ഇനി പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്നു നോക്കുന്ന സമയത്ത് പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് തവി വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ആദ്യം. ഇപ്പോൾ കറി കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നിറയെ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി കുറച്ച് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. ഇതുപോലെ കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് വേണ്ടത്. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വെച്ചതിന് ശേഷം വേണം കറി സെർവ് ചെയ്യാൻ. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടാനാണിത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.